ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വേറൊരു സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിലുള്ള തോട്ടത്തിനേക്കാളും കുറച്ചുകൂടെ വലുതാണിത്. ഇവിടെ ധാരാളം സ്ട്രോബെറീസ് ഉണ്ടായി നിൽക്കുന്നതും കാണാൻ കഴിയും. അവരത് പറിച്ച് ആ കാണുന്ന സ്റ്റാളിൽ വിൽപ്പനയ്ക്കായിട്ടും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസും പറിച്ചു. യാമരത് ആസ്വദിച്ച് കഴിക്കുന്ന വീഡിയോയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ തോട്ടത്തിൽ നിന്നും ഫ്രഷ് സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വിലയ്ക്ക് കുറവൊന്നുമില്ല. 200 രൂപയാണ് ചെറിയൊരു ബോക്സിലായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് അവർ വേറൊരു ചെറിയ ഫാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ട്രോബെറീസ് കൂടാതെ വേറെ പലതരം പൂക്കളും അവർ കൃഷി ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഐ ലവ് വട്ടവട എന്ന് പറഞ്ഞ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. മരത്തിൽ എല്ലാവരും വെച്ചിരിക്കുന്നത് ഒരാൾക്ക് 10 രൂപ വെച്ച് അവർ ചാർജും ഉണ്ടാക്കിയിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. വന്നതല്ലേ, ഞങ്ങളും കയറി ഫോട്ടോ എടുക്കാനായി. ഈ സ്റ്റാളിലും നമുക്ക് ഫ്രഷ് സ്ട്രോബെറി ജാമും തേനും അതുകൂടാതെ സ്ട്രോബെറിയുടെ വൈനും മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളുടെ വട്ടവട ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ഇതാ എറണാകുളത്തേക്ക് പോവുകയാണ്. വൈകുന്നേരം 5 മണിയായിട്ടും ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് പോകുന്ന വഴി ഞങ്ങളൊരു ചെറിയ കടയിൽ കയറി കുറച്ച് കടികൾ വാങ്ങിച്ചു. അങ്ങനെ ഉപ്പായും കൊച്ചുമോനും വീണ്ടും അവരുടെ കളികളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. എറണാകുളത്തേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാനായി എത്തിയിട്ടുണ്ട്. പിന്നെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ ഇറങ്ങി കാണാൻ നിന്നില്ല. നേരെ പോകും വഴി ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് പോയി. നമ്മൾ മൂന്നാറിലേക്ക് പോകും വഴി ഇതിലൊട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. വെറുതെ നൂല് പോലെ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷമാണ് ഇത്രയും ഫോഴ്സിൽ വെള്ളം വരാൻ തുടങ്ങിയത്. എന്തായാലും കുറേ ടൂറിസ്റ്റുകൾ വന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയില്ല, വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.